ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ക്രാബ് ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്രാബ് ഫ്രൈ നമുക്ക് ചോറിൻ്റെ കൂടെ സാധാരണ ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞണ്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 3-4 ടീസ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓയിൽ ചൂടായി തുടങ്ങുമ്പോൾ നമുക്ക് 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടികൾ ചേർക്കുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അധികം കരിഞ്ഞു പോകാതെ ഒന്ന് നോക്കണം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ മാത്രം മതി. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അപ്പോൾ അത് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പുളിവെള്ളം കൂടി ചേർത്ത് നന്നായി തിളച്ച് തുടങ്ങുമ്പോഴാണ് ഇതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് തിളക്കാനായി വെക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് നോക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് നോക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പുളിവെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 1 കിലോ ഞണ്ടാണ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഞണ്ടിൻ്റെ എല്ലാ പീസും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനെല്ലാം മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഗ്രേവിയൊക്കെ ഞണ്ടിൽ പിടിച്ച് മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്ത് ഉപ്പൊന്ന് നോക്കി കുറവാണെങ്കിൽ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ ഞാൻ 2-3 തവണ ഒന്ന് തുറന്ന് നോക്കി ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം നന്നായി വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മൂടി ഇട്ട് വേവിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് നന്നായി വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം നന്നായി തന്നെ ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഏത് ഓയിലാണോ ആദ്യം ചേർത്തത് ആ ഓയിൽ തന്നെ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഞണ്ടൊക്കെ നന്നായി തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി അറിയാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ.